ആലപ്പുഴ DCC അംഗവും വ്യാപാരി വ്യവസായി കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റുമായ VM അമ്പിളിമോൻ രശ്മീശ്വരം BJP അംഗത്വം സ്വീകരിച്ചു. BJP മധ്യമേഖലാ അധ്യക്ഷൻ N ഹരിയും ആലപ്പുഴ തെക്ക് ജില്ലാ കമ്മിറ്റി പ്രസിഡന്റ് സന്ദീപ് വാചസ്പതിയും ചേർന്ന് അമ്പിളിമോനെ BJPയിലേക്ക് സ്വീകരിച്ചു. ദേശീയതയിൽ ഊന്നി പ്രവർത്തിക്കുന്നവരെ ഒറ്റപ്പെടുത്തുകയും ന്യൂനപക്ഷ പ്രീണനത്തിന്റെ ഭാഗമായി മറ്റുള്ളവരെ അവഗണിക്കുകയും ചെയ്യുന്ന സമീപനത്തിൽ മനംമടുത്താണ് BJPയിലേക്ക് എത്തുന്നതെന്ന് അമ്പിളിമോൻ പറയുന്നു. ആലപ്പുഴയിൽ നിന്നും സുധീഷ് ഗോപാൽ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. കോൺഗ്രസിന്റെ കായംകുളത്തെ നിറസാന്നിധ്യവും DCC അംഗവുമായ അമ്പിളിമോനാണ് ഇപ്പോൾ BJPയിലേക്ക് വരുന്നത്. കോൺഗ്രസിലെ പ്രവർത്തന രീതികളോടും അവരുടെ സമീപനങ്ങളിലുമെല്ലാമുള്ള കടുത്ത അതൃപ്തിയാണ് ഇത്തരത്തിൽ BJPയിലേക്ക് വരാൻ കാരണമെന്നാണ് മനസ്സിലാക്കുന്നത്. നമുക്ക് അമ്പിളിമോനോട് തന്നെ ചോദിക്കാം, ഏത് രീതിയിലാണ് ഇപ്പോൾ BJPയിലേക്ക് എത്താനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്? ഇപ്പം BJPയിലേക്ക് വരികയാണ്. കോൺഗ്രസിന്റെ വർഷങ്ങളായിട്ടുള്ള ഒരു പ്രവർത്തകനാണ്, സജീവമായി നിറഞ്ഞു നിന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇപ്പം BJPയിലേക്ക് പോരാനുള്ള ഒരു കാരണം? ഒരു ദേശീയ പ്രസ്ഥാനം എന്ന രീതിയിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസക്തി ഇന്ന് കുറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ഒരു ദേശീയ പ്രസ്ഥാനം എന്ന രീതിയിൽ BJPയുടെ ശക്തമായ പ്രവർത്തനം നരേന്ദ്രമോദി നേതൃത്വത്തിൽ പുതിയ ഇന്ത്യയെ വാർത്തെടുക്കുന്ന ആ ഒരു പ്രവർത്തനത്തിൽ ആകൃഷ്ടനായു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായ വിഷയം. ഞാനിന്ന് ഏതാണ്ട് ഈ കുറച്ച് നാളായിട്ട് ഈ സംസ്ഥാനത്ത് നിന്ന് പല സംസ്ഥാനങ്ങളിലേക്ക് യാത്ര ചെയ്യുന്നുണ്ട്. ആ സംസ്ഥാനങ്ങളിലൊക്കെ കാണുന്നത് വലിയൊരു പുതിയൊരു ഇന്ത്യയാണ് കാണുന്നത്. റോഡുകളുടെ വികസനമായാലും മറ്റു വിഷയങ്ങളിലൊക്കെ ഇന്നലകളില്ലാത്തൊരു മാറ്റം ഇന്ത്യ ദർശിക്കുന്നുണ്ട്. അത് കേരളത്തിൽ ദർശിക്കും. നമുക്കറിയാം, ഇന്ന് ദേശീയപാതയുടെ ഒരു പുരോഗതി തന്നെ അത് നരേന്ദ്രമോദിയുടെ ഒരു ഭരണനേട്ടം തന്നെയാണ്. അത് നമുക്ക് വിസ്മരിക്കാൻ പറ്റത്തില്ല. ഞാൻ ആ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രവർത്തനത്തിലൂടെ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ വന്നതാണ്. വിദ്യാർത്ഥി രാഷ്ട്രീയ പ്രസ്ഥാനത്തിലൂടെ വന്ന് അന്നൊക്കെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് പ്രസക്തി ഉണ്ടായിരുന്നു. ദേശീയ പ്രസ്ഥാനം എന്ന രീതിയിൽ ആ പ്രസ്ഥാനത്തിൽ വിശ്വസിക്കുകയും KSUവിൻ്റെ യൂണിറ്റ് പ്രസിഡൻ്റായും KSUവിൻ്റെ കോളേജ് യൂണിയൻ ഭാരവാഹിയായും യൂത്ത് കോൺഗ്രസിലൂടെയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ കായംകുളത്തെ ബ്ലോക്ക് ട്രഷററായും ബ്ലോക്ക് വൈസ് പ്രസിഡൻ്റായും DCC അംഗമായി ഇപ്പോൾ വ്യാപാരി വ്യവസായി കോൺഗ്രസിൻ്റെ ആലപ്പുഴ ജില്ലാ പ്രസിഡൻ്റായും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം നിലവിലുണ്ടായിരുന്നു. പക്ഷേ അതിനൊക്കെ ഒന്നും പ്രസക്തിയില്ല. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ചില കമ്പാർട്ട്മെൻറ്റായി മാറിക്കൊണ്ടിരിക്കുകയാണ്. പണ്ട് ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. K കരുണാകരൻ്റെ ഗ്രൂപ്പിൽ നിന്ന ഒരാളാണ് ഞാൻ. അന്ന് വ്യക്തമായ ഗ്രൂപ്പ് ഉണ്ടായിരുന്നു, AK ആൻ്റണിക്കും K കരുണാകരൻ. അത് ആ വ്യക്തിത്വത്തിലൂടെ തന്നെ ഞങ്ങൾ പൊതുപ്രവർത്തനം നടത്തി. പക്ഷേ ഇന്നതല്ല. ഇന്ന് ഓരോ കമ്പാർട്ട്മെൻറ്റ്, കായംകുളത്ത് തന്നെ കമ്പാർട്ട്മെൻറ്റ് നമുക്ക് ഓരോരുത്തർ പേരെടുത്ത് പറയാൻ പറ്റും. ആ കമ്പാർട്ട്മെൻറ്റിലാണെങ്കിൽ മാത്രമേ അവന് സംരക്ഷണമുള്ളൂ. അതോടൊപ്പം തന്നെ അമിതമായ ന്യൂനപക്ഷ പ്രീണനം ഉണ്ടോ? തീർച്ചയായിട്ടും ഉണ്ടല്ലോ. അതിനകത്ത് യാതൊരു സംശയമില്ല. കായംകുളം അതിൻ്റെ വലിയ ഉദാഹരണമാണ്. കായംകുളത്ത് ഒരു പറ്റം ആൾക്കാരിൽ മാത്രം അനർഹരായ ആൾക്കാരിൽ, ജാതി മാത്രം അനർഹരായ ആൾക്കാരിൽ ഈ പറയുന്ന ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിച്ചുകൊണ്ട് അർഹതയുള്ളവരെ പുറംകാലുകൊണ്ട് തള്ളുന്ന വലിയൊരു രാഷ്ട്രീയം കായംകുളത്ത് നടക്കുന്നുണ്ട്. ഇത് നിസ്സാരമല്ല. ഇത് കേരളത്തിലെ മുഴുവനായുള്ള വിഷയമാണ്. അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ കേരളത്തിലെ BJPക്ക് വളരെ ശക്തമായ ഒരു സ്പേസ് വന്നുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ നഗരസഭയിൽ എത്രത്തോളം പ്രതീക്ഷയാണ് ഇത്തവണ? കായംകുളം നഗരസഭയിൽ ഒരു 15ഓളം സീറ്റുകളിൽ ഇപ്പോൾ പ്രതീക്ഷ വെച്ചാണ് BJP മുന്നോട്ട് പോകുന്നത്. അത് കൂടുതൽ ശക്തമായ പ്രവർത്തനം ഇനി മുന്നോട്ട് വരും. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ ധാരാളം ആൾക്കാർ BJPയിലോട്ട് വരാൻ തയ്യാറായി നിൽക്കുകയാണ്. അത് യാതൊരു സംശയമില്ല. അത് വരും ദിവസങ്ങളിൽ അത് പ്രകടമാകുകയാണ്. ഒരു നേതാവിനും ഒരാളിനെയും സംരക്ഷിക്കാൻ പറ്റാത്ത, ന്യായമായ ആവശ്യങ്ങൾക്ക് പോലും ഒരു പ്രവർത്തകനെ സംരക്ഷിക്കുവാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നേതാവെന്ന് പറഞ്ഞ് ചമഞ്ഞ് നടക്കുന്ന ഒരാൾക്കും ഇന്ന് കഴിയുന്നില്ല എന്നുള്ളത് പച്ച യാഥാർത്ഥ്യമാണ്. ഞാൻ പറയുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ ഇപ്പോഴും വിശ്വസിക്കുന്നവർ എൻ്റെ ആ ഒരു പറച്ചിൽ ഏറ്റുപറയൂ എന്നുള്ളത് യാതൊരു സംശയമില്ല. അതുകൊണ്ട് വരും കാലങ്ങളിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ ശക്തമായ പ്രവർത്തനവുമായി ഞാൻ മുന്നോട്ട് പോകും. യാതൊരു സംശയമില്ല. ഈ പറയുന്ന ഒരു ആ പ്രീണനം സംബന്ധിച്ചിടത്തോളം അർഹരായ ആൾക്കാരെ ഒഴിവാക്കിയച്ചാണ് ഇത്തരത്തിൽ അനർഹരായ ആൾക്കാർക്ക് പദവികൾ കൊടുത്തുകൊണ്ട് എന്തോ പദവികളാണ് കൊടുക്കുന്നത്. ഞാൻ DCC മെമ്പറാണ്. എനിക്ക് തന്നെ അപമാനമുണ്ട്. ആയിരക്കണക്കിനാണെന്ന് തോന്നുന്നു DCC മെമ്പർ എഴുതി വെച്ചേക്കുന്നത്. ഇഷ്ടമുള്ളവർ വരുമ്പോൾ ഇഷ്ടമുള്ളവർക്ക് DCC മെമ്പർ, KPCC സെക്രട്ടറിമാർ പറഞ്ഞു കേട്ടിട്ടില്ല 60 KPCC സെക്രട്ടറിമാർ. ഇപ്പോൾ എഴുതി വെച്ചേക്ക് 150 KPCC സെക്രട്ടറിമാർ. ഇതൊക്കെ ഈ പാർട്ടിക്ക് യോജിച്ചതല്ല. ആൾക്കാരെ പ്രീണിപ്പെടുത്തുവാൻ വേണ്ടി നടത്തുന്ന ഈ പ്രവണതയ്ക്കെതിരെ ശക്തമായ രീതിയിലുള്ള പ്രവർത്തനം ജനങ്ങളെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് ഈ പുതിയ ഇന്ത്യക്ക് വേണ്ടി, പുതിയ ഒരു ഭാരതത്തിന് വേണ്ടി എന്നേക്കാൾ കഴിയാവുന്ന മുഴുവൻ കാര്യങ്ങളും ഈ ഭാരതീയ ജനതാ പാർട്ടിക്ക് വേണ്ടി ചെയ്യുമെന്ന് നിങ്ങളിവിടെ എനിക്ക് നൽകിയ ഊഷ്മളമായ സ്വീകരണത്തിന് ഹൃദയത്തിൻ്റെ ഭാഷയിൽ നിങ്ങൾക്ക് നന്ദിയും കൂടെ രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഇപ്പോൾ ഹരിപ്പാട്ടായാലും ജില്ലയിലൊട്ടാകെ തന്നെ വലിയ തോതിൽ മറ്റ് രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് BJPയിലേക്ക് വരും. അത് ഈ തെരഞ്ഞെടുപ്പിൽ എത്രത്തോളം പ്രയോജനകരമായി മാറും? എത്രത്തോളം മുന്നേറ്റം ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകും BJP? ഇപ്പോൾ തീർച്ചയായും ഇപ്പോൾ ഇദ്ദേഹം അമ്പിളിമോൻ്റെ ഒരു അനുഭവം എന്നുള്ളത്
ദേശീയമായ കാഴ്ചപ്പാടോടുകൂടി രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നവർക്ക് കോൺഗ്രസ്സിൽ സ്ഥാനമില്ല എന്ന് തെളിയിക്കുന്നതാണ് അമ്പിളിമോൻ ഇന്ന് കോൺഗ്രസ് വിടാനുണ്ടായ കാരണം. ഇപ്പോൾ കോൺഗ്രസ് മുമ്പ് നിങ്ങൾ ചൂണ്ടിക്കാണിച്ചതുപോലെ ഒരു കൂട്ടം ആൾക്കാരുടെ കയ്യിലേക്ക് മാത്രമായി മാറിയിരിക്കുന്നു. അവകാശങ്ങളുള്ളത്, അവർക്കാണ് അധികാരങ്ങളുള്ളത്, അവർക്കാണ് സ്ഥാനമാനങ്ങളുള്ളത്. ദേശീയ കാഴ്ചപ്പാടോടുകൂടി ഭാരതം നന്നാകണം, അല്ലെങ്കിൽ ആ ഭാരതത്തിൻ്റെ ദേശീയത ഐക്യത്തോടു കൂടി നിലനിൽക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് അവിടെ സ്ഥാനമില്ല. അവരെയൊക്കെ ഇന്ന് കോൺഗ്രസ് പാർട്ടി പുറന്തള്ളാൻ ശ്രമിക്കുന്നു. അപ്പോൾ അതിൽ മനനൊന്താണ് അമ്പിളിമോൻ ഇന്ന് ഭാരതീയ ജനതാ പാർട്ടിയിൽ അണിചേരാൻ തീരുമാനിച്ചത്. അദ്ദേഹത്തെ ഞങ്ങൾ നേരെ നിറഞ്ഞ മനസ്സോടുകൂടി സ്വാഗതം ചെയ്യുകയാണ്. അദ്ദേഹത്തിൻ്റെ വരവ് തീർച്ചയായും കായംകുളത്ത് മാത്രമല്ല ജില്ലയിൽ തന്നെ പാർട്ടിക്ക് മുതൽക്കൂട്ടാകും, അല്ലെങ്കിൽ ശക്തിപ്പെടുത്തുമെന്ന കാര്യം ഞങ്ങൾക്ക് ഉറപ്പാണ്. ഇന്ന് ജില്ലയിൽ നേരത്തെ നിങ്ങൾ ചൂണ്ടിക്കാണിച്ചതുപോലെ ജില്ലയിലെമ്പാടും നിരവധി പാർട്ടികളിൽ നിന്നും ആൾക്കാർ ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് വരികയാണ്. കാരണം അവർക്കൊക്കെ മനസ്സിലായി ഭാരതീയ ജനതാ പാർട്ടി മുൻപോട്ടേക്ക് വെക്കുന്ന വികസന രാഷ്ട്രീയം കൊണ്ട് മാത്രമേ നാട് നന്നാവുകയുള്ളൂ. ഇപ്പോൾ കോൺഗ്രസിലും കമ്മ്യൂണിസ്റ്റിലും അവശേഷിക്കുന്നത് കുറേ സ്വാർത്ഥമതികൾ മാത്രമാണ്. രാഷ്ട്രീയം കൊണ്ട് ഉപജീവനമാർഗം കഴിക്കാം, അല്ലെങ്കിൽ രാഷ്ട്രീയത്തിൽ കുറേ ശിങ്കിടികളെ വളർത്തിയെടുത്ത് ആ രാഷ്ട്രീയത്തിൽ കൂടെ പിൻവാതിലിൽ കൂടി ചില കാര്യങ്ങൾ നടത്തിക്കൊടുത്ത് അങ്ങനെ കിട്ടുന്ന കമ്മീഷൻ കൊണ്ട് ജീവിക്കാം എന്ന് വിചാരിക്കുന്നവർ മാത്രമായി കോൺഗ്രസിനും കമ്മ്യൂണിസ്റ്റിനും അധപ്പതിച്ചു. നാട് നന്നാവണം, പൊതുകാര്യങ്ങൾ നടക്കണം, നാട് കൃത്യമായി പോകണമെന്ന് ആഗ്രഹിക്കുന്ന മുഴുവൻ ആൾക്കാരും ഇന്ന് ചേക്കേറാനൊരു ഇടമായി BJPയെ കാണുന്നു എന്നുള്ളത് ഞങ്ങൾക്കൊക്കെ ഏറെ അഭിമാനമാണ്. അങ്ങനെ വരും ദിവസങ്ങളിലും നൂറുകണക്കിന് ആൾക്കാർ ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് വരും. അങ്ങനെ BJP ജില്ലയിൽ ശക്തമായ മുന്നേറ്റമായിരിക്കും കാഴ്ചവെക്കാൻ പോകും. ഈ തെരഞ്ഞെടുപ്പ് എത്രത്തോളം ഒറ്റക്കെട്ടായിട്ട് ഒരുമയോടാണ് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നത്? എത്രത്തോളം വിജയപ്രതീക്ഷയുണ്ട് ആലപ്പുഴ ജില്ലയെ സംബന്ധിച്ച്? ഇന്നിപ്പോൾ ഇവിടെ നമ്മുടെ ബഹുമാനായ അമ്പിളിമോനും അതുപോലെ തന്നെ ജില്ലാ പ്രസിഡൻറ്റും പറഞ്ഞതിനപ്പുറം എന്ന് പറയുന്നത് വളരെ വലിയ വ്യാപ്തിയിൽ മറ്റ് രാഷ്ട്രീയ കക്ഷികൾ അത് ചർച്ച ചെയ്തു തുടങ്ങി എന്നുള്ളിടത്താണ് ഏറ്റവും വലിയ കഴിഞ്ഞ ദിവസം വന്നിട്ടുള്ള ആ വാർത്തകൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം ഹരിപ്പാട് നിന്നാണ് ഒരു ബൂത്ത് കമ്മിറ്റി ഒന്നടങ്കം ഇങ്ങോട്ട്, ഒരു ബൂത്ത് കമ്മിറ്റി മുഴുവനാണ്. അപ്പോൾ പണ്ട് ഇത് മറ്റ് സംസ്ഥാനങ്ങളിൽ കണ്ട ഒരു കാഴ്ചയുടെ ഒരു തുടർച്ചയാണ് ഇപ്പോൾ ഇവിടെ ആരംഭിച്ചിട്ടുള്ളത്. യാതൊരു സംശയവും വേണ്ട, ഇവിടുത്തെ നേതാക്കന്മാർ പലരും അടക്കം പറയുന്നത് അത് ഒരുപക്ഷെ ഓൺ റെക്കോർഡിന് അപ്പുറമായിരിക്കും. പക്ഷേ അവരോട് മാധ്യമങ്ങളോട് പോലും പറഞ്ഞിട്ടുള്ളത് ഈ പ്രീണനം, മുമ്പ് സൂചിപ്പിച്ച പ്രീണനമാണ് ആലപ്പുഴയിലെ ഇരു പാർട്ടികളെയും നശിപ്പിച്ചിട്ടുള്ളത്. യാതൊരു സംശയവും വേണ്ട. ഇന്ന് എനിക്കറിയാം, ഈ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് നമുക്ക് ശ്രദ്ധിച്ചാൽ ഈ ഒരാഴ്ചത്തെ മാത്രം എടുത്ത് നോക്കിയാൽ നൂറുകണക്കിന് ആളുകളാണ് ഈ ആലപ്പുഴയിൽ BJP NDAയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. വലിയ രീതിയിലുള്ളൊരു മുന്നേറ്റം അത് നിങ്ങൾ കഴിഞ്ഞ ഘട്ടങ്ങളിൽ ചർച്ച ചെയ്തിട്ടുണ്ടെങ്കിൽ ചർച്ച ചെയ്യാൻ പോലും ആളില്ലാത്ത അവസ്ഥയിലേക്ക് ഇരു മുന്നണികളും മാറുന്ന ഒരു കാഴ്ച ഈ ആലപ്പുഴയെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുതന്നെയാണ് വലിയ രീതിയിലുള്ള മുന്നേറ്റം BJP ആലപ്പുഴ ജില്ലയിൽ കൈവരിച്ചുകൊണ്ടിരിക്കുന്നു. വലിയ രീതിയിൽ BJPയിലേക്ക് പ്രവർത്തകർ മറ്റ് രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും ഒഴുകിയെത്തുന്നു. അതല്ല, ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലടക്കം വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിലെല്ലാം BJPക്ക് വലിയ നേട്ടം ഉണ്ടാക്കി കൊടുക്കുമെന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്.